ഗുരുവായൂരിൽ കണ്ണന്റെ പിറന്നാളായ അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ തട്ടകത്തിൽ നടന്നുവരികയാണ്. ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആഘോഷ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിൽ രാവിലെ മുതൽ എത്തിച്ചേരും. 14-നാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടക്കുക. ആഘോഷ പരിശീലന കേന്ദ്രത്തിൽ നിന്നും രാജു ഗുരുവായൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. അഷ്ടമിരോഹിണിക്കായി നാടും നഗരവും ഉണർന്നു കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായി ഗുരുവായൂരിലെ നായർ സമാജം ഒരുക്കുന്ന ഉറിയടിയും ഗോപികാ നൃത്തവും ഇവിടെ അരങ്ങിലെത്തുകയാണ്. ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഉറിയടിയുടെ പ്രാക്ടീസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുമായിട്ട് നമുക്ക് അല്പസമയം ചെലവഴിക്കാം. കണ്ണനും രാധയുമായുള്ള പ്രേമഭാവത്തെ ഉണർത്തുന്ന ഗോപികാ നൃത്തമാണ് അഷ്ടമിരോഹിണി നാളിലെ ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ആഘോഷങ്ങളിൽ എല്ലാവരും അവതരിപ്പിക്കുന്ന ഒന്നാണ് ഗോപികാ നൃത്തം. എവിടെയാണ് സ്ഥലം? എൻ്റെ സ്ഥലം ഗുരുവായൂരുണ്ട്. പേരെന്താ? വൈഗ. ഇവിടെ ഇപ്പോൾ പ്രാക്ടീസ് തുടങ്ങിയിട്ട് 1 മാസമാവാനാവുന്നു. ഇന്ന് പ്രാക്ടീസിന്റെ അവസാനമാണോ? അല്ല, ഇനിയും പ്രാക്ടീസ് ഉണ്ട്. എല്ലാവരും നല്ല വ്രതത്തിൽ എടുത്തിട്ടാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിൽ അവസരം കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. കളിക്കാൻ പറ്റി. വെണ്ണ കട്ടു തിന്നുന്ന കണ്ണനെ ഓർമ്മിപ്പിക്കുന്ന ഉറിയടിയും പ്രധാനമാണ്. കണ്ണന്റെ പിറന്നാൾ ദിനത്തിൽ വീതികൾ തോറും ഉറികൾ കെട്ടിത്തൂക്കി അത് അടിച്ചു പൊട്ടിച്ചുകൊണ്ട് ഘോഷയാത്രകൾ ഓരോ നഗരവീതിയും കടന്നു പോകുന്നത് ഏറെ ഭക്തിയും കൗതുകവുമുള്ള കാഴ്ചകളാണ്. ഞങ്ങൾ ഉറിയടിയാണ് അവതരിപ്പിക്കുന്നത്. ഞാൻ ഡിഗ്രി 3rd ഇയറാണ്. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഗുരുവായൂരപ്പനോട് വളരെ നന്ദി ഞാൻ പറയുകയാണ്. ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇവിടെ ഒരു എന്താ പറയുക, ഇവിടെ ഒരു ചെറിയൊരു റോളായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഉറിയടി കൃഷ്ണനായിട്ട് എന്നെ കിട്ടിയതിൽ ഇതിൽ പല ഭാഗ്യം വേറെ ഇല്ല. കണ്ണന്റെ പിറന്നാൾ ദിവസത്തെ സന്തോഷത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് കണ്ണനും രാധയും ചേർന്നുള്ള കോൽക്കളി നൃത്തം. വ്യത്യസ്ത ടീമുകൾ മത്സരിച്ചാണ് ഈ നൃത്തം ചിട്ടപ്പെടുത്തുന്നത്. ഘോഷയാത്രകൾ കടന്നു പോകുമ്പോൾ ഓരോ ടീമും പ്രത്യേക ചുവടുകൾ വെച്ചാണ് ഈ കോൽക്കളി വീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. കണ്ണനും രാധയുമായുള്ള നൃത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് രാധാമാധവ നൃത്തം. കണ്ണന്റെ പിറന്നാൾ ദിനത്തിൽ ഈ നൃത്തത്തിനും പ്രാധാന്യമുണ്ട്. ഓരോ ടീമും പ്രത്യേകം ചിട്ടപ്പെടുത്തിയാണ് രാധാമാധവ നൃത്തം വീതികൾ തോറും അവതരിപ്പിക്കപ്പെടുന്നത്. അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ വളരെ വേഗത്തിൽ നടക്കുകയാണ്. കഴിഞ്ഞ 2 മാസമായി ഈ കലകൾ ഒക്കെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 24-നാണ് കണ്ണന്റെ പിറന്നാൾ ദിനമായ അഷ്ടമിരോഹിണി. ഞാൻ ആർദ്ര സുചിത്ര മോഹൻ. എൻ്റെ രാധയായിട്ട് ഡാൻസ് ചെയ്യുന്നത് എൻ്റെ അനിയത്തി തന്നെയാണ്, ഗൗരി നന്ദ. ഒരു 2 മാസമായിട്ട് ഇതിൻ്റെ പരിശീലനത്തിലാണ്. പിന്നെ നന്നായി പെർഫോം ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ അഷ്ടമിരോഹിണിയല്ലേ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എന്തായാലും എല്ലാം നന്നായി നടക്കും. 3 വർഷമായിട്ട് എനിക്ക് കൃഷ്ണനാവാൻ സാധിച്ചു. ഞാൻ എല്ലാവരോടും നന്ദി പറയാണ്. അച്ഛമ്മയോട് പ്രത്യേകം, പിന്നെ വാസുവായിട്ട്. ഇത് വെറും പരിശീലനം മാത്രം. ആടയാഭരണങ്ങളുമായി അലങ്കാരങ്ങളുമായി ഇവർ ഈ അഷ്ടമിരോഹിണിക്ക് വേദിയിലെത്തും. രാജു ഗുരുവായൂർ, ജനം TV. നമുക്ക് ചുറ്റും പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പുത്തൻ പുലരി കാണാം. നമസ്തേ.